ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കലും സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കലൊക്കെയാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫ്രിഡ്ജിൻ്റെ സ്വിച്ചൊക്കെ ഓഫാക്കി ഫ്രിഡ്ജിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ ഫ്രിഡ്ജിലെ ട്രേയും കാര്യങ്ങളൊക്കെ കഴുകി വെക്കാനായിട്ട് എടുക്കണേണ്. ഇതൊരു പ്ലാസ്റ്റിക് സ്റ്റോറേജ് കണ്ടെയ്നറാണ് കേട്ടോ. ഇതിലാണ് ഞാൻ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വെക്കാറ്. ഇതിലൊരു ഡ്രെയിനിങ് പ്ലേറ്റ് ഉണ്ട്, വെജിറ്റബിൾസിൻ്റെ ഈർപ്പൊന്നും തട്ടാണ്ടിരിക്കാനാണ്. പിന്നെ ഇത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ പ്രൊഡക്റ്റ് 5 എണ്ണം വരുന്നൊരു പാക്കാണ്. ഇത് ഞാൻ മീഷോന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് നന്നായിട്ട് സ്റ്റോറായിട്ട് ഇരുന്നോളും. മാത്രമല്ല ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ പെട്ടെന്ന് സെലക്ട് ചെയ്യാനും പറ്റും. ഇതിൽ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വയ്ക്കുമ്പോൾ കുറേ നാൾ കേടാവാണ്ടൊക്കെ ഇരിക്കും കേട്ടോ. ഈ ഒരു കണ്ടെയ്നറിൽ ഞാൻ ആദ്യം വേപ്പിലയാണ് കേട്ടോ വെക്കണത്. വേപ്പില ഞാൻ കുറേ നാൾ എനിക്കിത് കേടാവാണ്ട് ഇരിക്കാനായിട്ട് പറ്റും. ഞാനത് എങ്ങനെയാണ് വെക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ച് വേപ്പില വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ വയ്ക്കുക. ഇത് കഴിഞ്ഞിട്ട് പിന്നെയും വേപ്പില വെച്ചിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് മൂടി വെക്കുകയാണെങ്കിൽ കുറേ നാൾ വേപ്പില കേടാവാണ്ടിരിക്കും. നമ്മളിങ്ങനെ തുറന്നൊക്കെ വെക്കുമ്പോൾ വേപ്പില വേഗം തന്നെ വാടി പോവാറുണ്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ. ഇതിപ്പോൾ ഇങ്ങനെ വെക്കണമെങ്കിൽ കുറേ നാൾ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. മിക്കപ്പോഴും വേപ്പില വയ്ക്കുമ്പോൾ അവസാനമൊക്കെ ആകുമ്പോഴേക്കും വാടിയിട്ടുണ്ടാകും. ഇങ്ങനെ ഞാൻ വെച്ച് തുടങ്ങിയ പിന്നെ വാടാറില്ല കേട്ടോ. ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അവസാനം വരെ. അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ഇത് വാടാതെ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും എല്ലാ വേപ്പിലകളും. ഒന്നില്ലെങ്കിൽ ഓരോ തണ്ടായിട്ട് വെക്കുക, ഇപ്പം ഞാൻ വെച്ച പോലെ, അല്ലെങ്കിൽ ഇലകളായിട്ടാണെങ്കിലും വെക്കുക കേട്ടോ. തണ്ടിൽ നിന്ന് ഓരോ ഇലകൾ ഊരിയിട്ടാണെങ്കിലും വെക്കുക, ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അടുത്തത് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളകും ഇതുപോലെ തന്നെ ആദ്യം കുറച്ച് സെറ്റ് പച്ചമുളക് ഇടുക. അത് കഴിഞ്ഞിട്ട് ടിഷ്യൂ പേപ്പർ വയ്ക്കുക. പിന്നെയും അതിൻ്റെ മുകളിൽ ബാക്കി പച്ചമുളകും കൂടി ഇട്ട് ഫില്ലാക്കിയിട്ട് ടിഷ്യൂ പേപ്പർ ഇട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളകും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാനൊരു മാസം വരെയൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഒരു മാസമല്ല, അതിൽ കൂടുതലും ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതിനൊരു കുഴപ്പം പറ്റാറില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഈ പച്ചമുളകും വേപ്പിലേക്കാണ് നമ്മൾ കറികളിൽ അധികം യൂസ് ചെയ്യാത്ത, കുറച്ചൊക്കെയല്ലേ നമ്മൾ ഇടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അത് നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ, കേടാവാതെ. അപ്പോൾ ഇതാ ഈ ഒരു കണ്ടെയ്നർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ ഇട്ട് വയ്ക്കാറ്. ഡെയിലി ഇപ്പം ഞാൻ തക്കാളിയൊക്കെ മിക്ക കറികളിലും ഇടണ കാരണം പെട്ടെന്ന് എൻ്റെ തക്കാളിയൊക്കെ പെട്ടെന്ന് കഴിയാറുണ്ട്. അതുകൊണ്ട് അതൊക്കെയാണ് ഇട്ട് വയ്ക്കാറ്. അതൊന്നും കേടാവാറൊന്നുമില്ല ഇങ്ങനെ വെച്ചിട്ടും. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഈ ബോക്സിലെടുത്ത് ഇട്ട് വയ്ക്കാറ്. ക്യാരറ്റൊക്കെ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളത്തിനകത്ത് ഇട്ട് വെക്കണമെങ്കിൽ അത് കുറേ നാൾ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഒരുപാടൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ വെള്ളത്തിനകത്ത് ഇട്ട് വെക്കണമെങ്കിൽ കുറേ നാളത് ഫ്രഷ് ആയിട്ടിരിക്കും. ഇടയ്ക്കൊന്ന് വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. കുറേ നാൾ ഫ്രഷ് ആയിട്ട് ഇരിക്കും.
അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇത് കഴിഞ്ഞ മാസം വാങ്ങിച്ചതാണ് കേട്ടോ. ഈ ക്യാരറ്റ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ഇപ്പോഴും ഒന്നും പറ്റിയിട്ടില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കണത്. ഇപ്പം ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇട്ട് വെക്കണതാണ് അതിൽ. അപ്പോൾ ഈ ഒരു ഐസ് മോൾഡ് ഞാൻ മീഷോന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതിന് 120 രൂപയെ വിലയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ എന്തെങ്കിലും ജ്യൂസൊക്കെ അടിക്കുമ്പോൾ ഇതിലൊഴിച്ച് വെക്കും. അപ്പോൾ ഐസായിട്ട് അമ്നൂസിന് കഴിക്കാമല്ലോ. അങ്ങനെ ഇങ്ങനെ ഐസായിട്ട് ഒഴിക്കുമ്പോൾ അരിക്കൊന്നും വേണ്ട കേട്ടോ. അരിക്കാണ്ട് തന്നെ ഒഴിക്കണതാണ് നല്ലത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ ചെറുതായിട്ട് അതിൻ്റെ തരിയൊക്കെ കടിക്കാൻ കിട്ടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണക്കാൻ വെച്ചിരുന്ന ട്രേ ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് വെക്കണേണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്ത് വെക്കണത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളട്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടാ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.